MLA സത്യപ്രതിജ്ഞാ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒത്തുകൂടി ആശാ വർക്കേഴ്സ്. ഓണറേറിയം സമരവിജയമെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സിനിമാ താരം പ്രേംകുമാറിന്റെ സാന്നിധ്യവും അവിടെ ശ്രദ്ധേയമായി. 266 ദിവസങ്ങൾ നീണ്ട സെക്രട്ടേറിയറ്റിനു മുന്നിലെ രാപ്പകൽ സമരം. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം, പെൻഷൻ നൽകുക തുടങ്ങിയവ സമരാവശ്യങ്ങൾ. സമരത്തിന് അന്നത്തെ പ്രതിപക്ഷം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, വാഗ്ദാനങ്ങൾ നൽകി. ഒടുവിൽ അധികാരം ലഭിച്ച ശേഷമുള്ള ആദ്യ മന്ത്രിസഭയിൽ വാക്കുപാലിക്കുകയാണ് UDF സർക്കാർ. ഓണറേറിയത്തിലുണ്ടായ വർധന സമരവിജയമെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആശാ വർക്കർമാർ ഉയർത്തിയ ഡിമാൻഡ് വളരെ ന്യായമാണെന്നാണ് ഇപ്പോഴത്തെ വർധനവ് തെളിയിച്ചിരിക്കുന്നത്. സംഗമത്തിൽ നടൻ പ്രേംകുമാർ ഉദ്ഘാടകനായി എത്തി. സമരം പരിഹരിച്ചില്ലെങ്കിൽ ഇടതു സർക്കാരിന് ദോഷം ചെയ്യുമെന്ന് പ്രേംകുമാർ പൊതുവേദിയിൽ പറഞ്ഞത് വിവാദമായിരുന്നു. ഒരു മുൻ ഗവൺമെന്റ് ഇവിടെ നിന്ന് ഒഴുകിപ്പോകുമ്പോൾ ആ ഒഴുകിപ്പോകുന്നതിന് നിങ്ങൾ പാവപ്പെട്ട ഈ സഹോദരിമാരുടെ കണ്ണുനീരിന്റെ പുഴ ആണ് അത് ഒഴുക്കിക്കളഞ്ഞത് എന്ന് ഞാൻ പറയും. വിരമിക്കലാനുകൂല്യം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ഓണററി വർധനവ് ഘട്ടം ഘട്ടമായി ഉണ്ടാകുമെന്നുമുള്ള പുതിയ സർക്കാരിന്റെ ഉറപ്പിലും ആശമാർ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു ടാർപോളിംഗ് ഷീറ്റ് പോലും കെട്ടാൻ അനുവാദമില്ലാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴ നനഞ്ഞ കാലം. ഒടുവിലിതാ ആശമാർ വിജയപാതയിൽ മുന്നോട്ട്. ഇവരുടെ കൂടെ കണ്ണീരിന്റെ പിൻബലത്തിലാണ് ഒരു സർക്കാർ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയതെന്നുകൂടി ആശമാർ ഓർമ്മിപ്പിക്കുന്നു. ക്യാമറമാൻ സിറിലിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.